Hello students, this is Mishal Hamza, your tutor for the paper Financial Reporting FR. So coming December 7th നിങ്ങളുടെ ACCA FR എക്സാമിനേഷൻ ആണ്. വരുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാന ആ ഒരു പോയിന്റ്, ആ ദിവസങ്ങളിൽ ഈ ഒരു പേപ്പർ കൂടുതൽ ബെറ്ററായി പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, പാസ്സാകാൻ വേണ്ടി നിങ്ങൾ മിനിമം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്ലി നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ACCAയുടെ സ്റ്റഡി ഹബ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി MCQs നിങ്ങളൊന്ന് സോൾവ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ്. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമല്ല, നിങ്ങൾ കൺസോളിഡേഷൻ ഒന്ന് റിവൈസ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ. അത് സെക്ഷൻ എയിൽ, ബിയിൽ അല്ലെങ്കിൽ സെക്ഷൻ സിയിൽ 20 മാർക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് ഡെഫിനറ്റ്ലി റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏത് കൺസോളിഡേഷൻ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റി റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ അവർ നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതും ഒന്ന് റിവൈസ് ചെയ്യുക. സ്റ്റാൻഡേർഡ്സിൽ ഇൻകം ടാക്സ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, റവന്യൂ, ലീസ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇമ്പയർമെൻറ്റ്, ഇതൊക്കെയാണ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. പിന്നെ കൺസോളിഡേഷൻ, SOPL ആൻഡ് SOFP അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസോളിഡേഷൻ്റെ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റിയുടെ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളൊന്ന് നോക്കുക. അതിൽ സാംബ പിർലോ, അതുപോലെ കൺസോളിഡേഷൻ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിൽ സാംബ പിർലോ, പിനാർഡി എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഒരു സാമ്പിളായിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാം. സിംഗിൾ എൻറ്റിറ്റി റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിൽ ബൺ കമ്പനി, അതുപോലെ തന്നെ ക്വാർട്ടൈൽ, ഹൈഡാൻ എന്ന് പറയുന്ന ചോദ്യങ്ങൾ, ഫൺജെക്ട് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ക്യാഷ് ഫ്ലോ ക്വസ്റ്റ്യൻ ഈവൻ ദോ അത് 20 മാർക്സിന് ചോദിക്കില്ല എങ്കിലും അത് 2 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ് രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ്ലി ACCAയുടെ പ്ലാറ്റ്ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തിങ്, ടെക്നിക്കൽ ആർട്ടിക്കിൾസ്. നിങ്ങളെല്ലാ ടെക്നിക്കൽ ആർട്ടിക്കിൾസും വായിക്കണം. എക്സാമിനർ റിപ്പോർട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 എക്സാമിനർ റിപ്പോർട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ബിക്കോസ് ഈ എക്സാമിനർ റിപ്പോർട്ടിൽ സ്റ്റുഡൻസ് എക്സാമിനേഷൻ ടൈം വളരെ ഫ്രീക്വൻ്റ്ലി കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. ആ മിസ്റ്റേക്സ് ഓവർകം ചെയ്യാനുള്ള ടിപ്സ് എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ടെക്നിക്കൽ ആർട്ടിക്കിളും അതുപോലെ എക്സാമിനർ റിപ്പോർട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റഡി ഹബ്ബ് വായിക്കണം, അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. തേർഡ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മോക്ക് എക്സാമിനേഷൻ. നിങ്ങൾ ഒരു എക്സാം എൻവയൺമെൻറ്റിൽ ടൈം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് ഒരു മോക്ക് എക്സാമിനേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലുള്ള ഏതെങ്കിലും ഒരു മോക്ക് എക്സാമിനേഷൻ തന്നെ ചെയ്താൽ മതി. അതിൽ സെക്ഷൻ A ആൻഡ് B നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടും. സെക്ഷൻ C ഏത് നിങ്ങൾ സെൽഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറെ വെച്ചിട്ടോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഈ മോക്ക് എക്സാം നടത്തുമ്പോഴാണ് നമ്മൾ എക്സാമിനേഷൻ ടൈമിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെഡിയാക്കുമല്ലോ എന്തായാലും എക്സാമിനേഷൻ ആകുമ്പോഴേക്ക്. സോ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് മിനിമം 1 മോക്ക് എക്സാമിനേഷൻ. ഫൈനലി Xylem നിങ്ങൾക്കായി ഒരു മെഗാ മാരത്തോൺ റിവിഷൻ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ FRൻ്റെ മെഗാ മാരത്തോൺ സെഷൻ ഈസ് ഓൺ ദി പ്ലാൻ. ഇറ്റ് ഈസ് ഓൾറെഡി പ്ലാൻഡ് ആൻഡ് നമ്മൾ ടൈം, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതാണ്. അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് യു ജസ്റ്റ് ഫോളോ അവർ ഇൻസ്റ്റാഗ്രാം പേജ് Xylem Commerce Pro, അതുപോലെ തന്നെ Xylem ACCA എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ത്രൂ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പോകും. സോ ഈ മെഗാ മാരത്തോണിൽ FRലെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് ബ്രീഫ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിലുള്ള സെലക്റ്റഡ് MCQs, റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള MCQs ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ C ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ റിവിഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അപ്രോച്ച്, ക്വസ്റ്റ്യൻ പാറ്റേൺ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്തുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ദ ചാൻസസ് ഓഫ് യു പാസിംഗ് FR ആൻഡ് സ്കോറിംഗ് എ ഗ്രേറ്റ് മാർക്ക് വിൽ ബി വെരി ഹൈ. സോ നിങ്ങൾ നിർബന്ധമായിട്ടും സെഷൻ അറ്റൻഡ് ചെയ്യുക. ഡോണ്ട് മിസ് ദിസ് ചാൻസ്. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് you are clearing the paper by scoring a very high mark if you are attending this marathon session. Mostly examination time ആകുമ്പോഴേക്ക് സ്റ്റുഡൻസ് എപ്പോഴും ടെൻഷൻ അടിച്ച് പാനിക് ആവുന്നൊരു സമയമാണിത്.
സ്റ്റുഡൻസിന് എപ്പോഴും അവർ ചെയ്ത പ്രിപ്പറേഷൻ അത് സഫീഷ്യൻ്റ് ആണോ, പാസ്സാവോ എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടാവാറുണ്ട്. ബട്ട് ഐ എം സീയിങ് ദാറ്റ് വാട്ട് എവർ പ്രിപ്പറേഷൻ യു ഹാവ് ഡൺ അണ്ടിൽ നൗ, ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ് ടു ക്ലിയർ ദി പേപ്പർ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എബിലിറ്റിയിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ പോയി പരീക്ഷ എഴുതുക. ഡെഫിനറ്റ്ലി യു ഗോയിങ് ടു പാസ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷൻ, പാനിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എക്സാമിനേഷൻ ഹാളിൽ. ബി കോൺഫിഡൻറ്റ്, യു വിൽ ഡെഫിനറ്റ്ലി പാസ് ദി പേപ്പർ. All the best and good luck.